Thank you, Dr. Rajini. Thank you, Dr. Sahani sir. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ തുടർന്ന് വരുന്ന മലയാളം വെബ് പരമ്പരയുടെ 1722 ദിവസമാണ്. ഇന്ന് നമുക്ക് അതിഥിയായി എത്തുന്നത് ഡോക്ടർ PY സജിമോൻ ആണ്. സജിമോൻ BHMS ഡോക്ടർ കോട്ടയം ജില്ലയിൽ വാഴൂർ ആയുഷ് വെൽനസ് സെന്റർ ആയുഷ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ മെഡിക്കൽ ഓഫീസറായി ജോലി ചെയ്യുന്നു. നമുക്ക് പല ക്ലാസ്സുകളും ഡോക്ടർ ക്യാൻസറിനെ കുറിച്ച് എടുത്തിട്ടുണ്ട്. ഇന്ന് ഡോക്ടറുടെ ക്ലാസ് ശ്രവിക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ സെഷൻ ആരംഭിക്കുന്നതിന് മുമ്പായി ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഡോക്ടർ സജിമോൻ ഇന്ന് നമുക്ക് എടുക്കുന്ന വിഷയം പ്രീ ക്യാൻസർ സ്റ്റേജ് ഓഫ് പ്രോസ്റ്റേറ്റ് ക്യാൻസറിന്റെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിന്റെ പ്രീ ക്യാൻസർ സ്റ്റേജിനെ കുറിച്ചുള്ള ക്ലാസ് ആണ് ഡോക്ടർ ഇന്ന് എടുക്കുന്നത്. ഇന്നത്തെ ഒരു നല്ല ക്ലാസ് പ്രതീക്ഷിച്ചുകൊണ്ട് ഡോക്ടർ PY സജിമോനെ ആദരപൂർവ്വം ഇന്നത്തെ ക്ലാസ്സിന് വേണ്ടി ക്ഷണിക്കുന്നു. ഡോക്ടറെ ക്ലാസ്സോട്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം പ്രീ ക്യാൻസറസ് കണ്ടീഷൻ ഓഫ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് എന്നുള്ളതാണ്. പലപ്പോഴും ക്യാൻസർ ചികിത്സയെപ്പറ്റി പറയുമ്പോൾ പ്രിവെന്റീവ് ഓങ്കോളജിയുടെ ഒരു ടോപ്പിക്സ് വളരെ അനിവാര്യമാണ്. അതിൻ്റെ വെളിച്ചത്തിൽ ആദ്യമായിട്ട് തന്നെ നമ്മൾ ഈ സെഷൻ തുടങ്ങുമ്പോൾ സമകാലികമായിട്ട് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ വരുന്ന ക്യാൻസറിനെ കുറിച്ചുള്ള പ്രീ ക്യാൻസറസ് കണ്ടീഷനിലെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ളത്. പ്രീ ക്യാൻസറസ് കണ്ടീഷൻസ് ഓഫ് പ്രോസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർപ്ലേസിയ എന്ന കണ്ടീഷനെ പറ്റി മാത്രമാണ് എന്ന് വിചാരിക്കാം. പക്ഷേ അതല്ല എന്നുള്ളതാണ് വസ്തുത. വികസിത രാജ്യങ്ങളിൽ മുതിർന്ന പുരുഷന്മാര് സാധാരണയായി കാണുന്ന ക്യാൻസറാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ. ഇന്ത്യയിൽ ആണുങ്ങൾ ആദ്യത്തെ പ്രധാന 4 ക്യാൻസറുകളിൽ ഒന്ന് ക്യാൻസറാണ്. പുരുഷന്മാരിൽ ഏകദേശം 7ൽ 1 എന്ന തോതിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ റിപ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ മെട്രോപൊളിറ്റൻ സിറ്റിയിൽ 45 തൊട്ട് വയസ്സുള്ള പുരുഷന്മാർക്കും ഇത് ഇപ്പം സർവ്വസാധാരണമായിട്ട് കണ്ടെത്തുന്നു. ഭൂരിഭാഗം 65 വയസ്സ് പിന്നിട്ട് കാണുന്നതാണെങ്കിലും 80 വയസ്സ് മുകളിലുള്ളവരിൽ മന്ദഗതിയിലായ ക്യാൻസറുകളും വളരെ സാധാരണ രീതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് വസ്തുത. ഇതിൻ്റെ ശരാശരി കണക്കനുസരിച്ച് നമ്മൾ വസ്തുത പരിശോധിക്കുമ്പോൾ ഏറ്റവും അനിവാര്യമായ ഡിസ്കഷനാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം തൊട്ടുള്ള എല്ലാത്തിലും ഉപരി പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെ പറ്റിയുള്ള അവബോധം, അതുപോലെ പ്രീ ക്യാൻസറസ് ലെവലിൽ വരുന്ന മാനേജ്മെന്റ് എന്നൊക്കെ എന്നുള്ള ഏറ്റവും വലിയ ഒരു കാര്യമാത്ര പ്രസക്തിയുള്ള സെഷനായിട്ട് നമ്മൾ മുന്നിൽ കാണുന്നത്. ക്യാൻസറിന്റെ ആവിർഭാവത്തിൽ പ്രോസ്റ്റേറ്റിൽ വരുന്ന വ്യത്യാസങ്ങളെ പറ്റി നമ്മൾ മുന്നോട്ട് ചർച്ച ചെയ്യും. പ്രീ ക്യാൻസറസ് കാരണത്തിന്റെ പ്രത്യേക ഒരു വ്യക്തമല്ല. കാരണം പ്രോസ്റ്റേറ്റ് ക്യാൻസർ കാരണം പുരുഷ ഹോർമോൺ ആൻഡ്രോജന്റെ സ്വാധീനത്തിലാണ് ക്യാൻസർ വലുതാകുന്നത് എന്നുള്ളതാണ് വസ്തുത. അതുപോലെ തന്നെ അമിതമായ മാംസാഹാരം, കൊഴുപ്പ് ഉപയോഗം എന്നിവ ക്യാൻസർ സാധ്യത കൂട്ടുന്നു. 10% താഴെ ആളുകൾ ചില പാരമ്പര്യ ഘടകങ്ങൾ മൂലം ഇത് കാരണമാകുന്നു. അച്ഛനോ സഹോദരനോ അടുത്ത ബന്ധുക്കോ പ്രോസ്റ്റേറ്റ് ക്യാൻസർ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സാധ്യത വളരെയാണ്. ഈ വെളിച്ചത്തിൽ ക്യാൻസർ സാധ്യതയെ പറ്റി ചിന്തിക്കുമ്പോൾ ആദ്യമായിട്ട് തന്നെ നേരത്തെ പറഞ്ഞ പ്രോസ്റ്റേറ്റ് വീക്കം പ്രാഥമികമായി മനസ്സിലാക്കുക. അതുപോലെ തന്നെ മൂത്രമൊഴിച്ച് തുടങ്ങുന്നതിനുള്ള താമസം, മൂത്രം മുറിഞ്ഞ് ഇടപെട്ട് പോവുക, ശക്തി കുറവായ
മൂത്രപ്രവാഹം, മൂത്രം ഒഴിഞ്ഞു പോകാതെ കെട്ടിക്കിടക്കുക, മൂത്രം ഒട്ടും പോകാത്ത അവസ്ഥ, രക്തസ്രാവം എന്നീ രോഗങ്ങളോട് കൂടിയായിരിക്കും ആളുകൾ പലപ്പോഴും നമ്മളെ സമീപിക്കുന്നത്. അതിപ്പോൾ പ്രഥമദൃഷ്ട്യാ BPH എന്ന് പറഞ്ഞ് നമ്മുടെ ട്രീറ്റ്മെന്റിലേക്ക് കടക്കുന്നു. ഇതിലൊക്കെ പോയി പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ BPH ചികിത്സയ്ക്ക് തേടുമ്പോൾ നാം സാധാരണയായി അവലംബിക്കുന്ന ചികിത്സാ രംഗത്തെ യൂറോളജിസ്റ്റുമാര് IPSS എന്ന് പറയുന്ന സ്കോറാണ് കൂടുതലും. അത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കത്തിന് കണ്ടുവരുന്ന രോഗലക്ഷണങ്ങളെയാണ് ഈ സ്കോർ ഡിനോട്ട് ചെയ്യുന്നത്. ഇന്റർനാഷണൽ പ്രോസ്റ്റേറ്റ് സിംറ്റം സ്കോർ അല്ലെങ്കിൽ IPSS പ്രതിപാദിക്കുന്ന രോഗലക്ഷണങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മൂത്രം ഒഴിച്ച് തുടങ്ങാനുള്ള തടസ്സം തൊട്ട് രക്തസ്രാവം വരെയുള്ള രോഗലക്ഷണങ്ങൾ ഞാൻ ഇതിനകം പറഞ്ഞു കഴിഞ്ഞു. ഈ IPSSന്റെ സ്കോർ നിശ്ചയിക്കുന്ന അനുസരിച്ചാണ് ഇതിന്റെ ഡിഗ്രി, BPHന്റെ ഡിഗ്രി നമ്മൾ അസസ് ചെയ്യുന്ന എല്ലാ ചികിത്സകരും പ്രത്യേകിച്ച് യൂറോളജിസ്റ്റുമാരും നമ്മളേവരും ഈ സ്കോറിന്റെ ലെവലിലാണ് നമ്മൾ രോഗിയെ കൺസിഡർ ചെയ്യുന്നതും രോഗലക്ഷണങ്ങൾ അത് ബോധ്യപ്പെടുകയൊക്കെ ചെയ്യുന്നത്. അത് പലപ്പോഴും പിന്നെ അതുകൂടാതെ ഒരു ഡിജിറ്റൽ റെക്ടൽ എക്സാമിനേഷൻ യൂറോളജിസ്റ്റ് കാണുന്നു, പല ഫിസിഷ്യൻസുകാരും അത് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ USDയിലാണെങ്കിൽ അൾട്രാസൗണ്ട് സാധാരണയുള്ള അൾട്രാസൗണ്ടിനെക്കാട്ടിലും ബെറ്റർ എന്ന് പറഞ്ഞാൽ ട്രാൻസ് റെക്ടൽ എക്സാമിനേഷന് കൂടെ തന്നെ ട്രാൻസ് യൂറീത്രൽ സ്കാനാണ്, ട്രാൻസ് റെക്ടൽ അൾട്രാസൗണ്ട് ആണ് കൂടുതലുമായിട്ട് ഇത് ചെയ്തു വരുന്നത്. അതൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട പിന്നെ ഇതിനെപ്പറ്റി പ്രാഥമികമായിട്ട് പറയാനുള്ളത്. എന്നാൽ BPHന് പുറമെ തന്നെ ഗ്രന്ഥി വീക്കം ഒരു പ്രീ ക്യാൻസറസ് കണ്ടീഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പ്രീ ക്യാൻസറസ് ലീഷൻസ് ഓഫ് പ്രോസ്റ്റേറ്റ് എന്ന് പറയുന്നത് PIN എന്ന് പറയുന്ന അവസ്ഥയാണ്, പ്രോസ്റ്റേറ്റിക് ഇൻട്രാ എപ്പിത്തീലിയൽ നിയോപ്ലാസം. അത് പ്രോസ്റ്റേറ്റിന്റെ ഇൻട്രാ എപ്പിത്തീലിയൽ ലെവലിൽ വരുന്ന നിയോപ്ലാസ്റ്റിക് ലെവലിലുള്ള കണ്ടീഷൻസ്. അതുപോലെ എറ്റിപ്പിക്കൽ അഡിനോമാറ്റസ് നിയോപ്ലാസ AH, അത് അഡിനോസിസ് എന്നും പറയുന്നു. അതുപോലെ എറ്റിപ്പിക്കൽ സ്മോൾ അസിനാർ പ്രോലിഫറേഷൻ ASAP എന്ന് പറയുന്നു. ഈ 3 കണ്ടീഷൻസ് ആണ് നമ്മൾ പലപ്പോഴും രോഗികളിൽ ഉണ്ടാകുന്ന അവസ്ഥ. ഇതിനെയാണ് പ്രീ ക്യാൻസറസ് ലീഷൻസ് ഓഫ് പ്രോസ്റ്റേറ്റ് എന്ന് സർവ്വസാധാരണമായി കൺസിഡർ ചെയ്യുന്നത്. PIN എന്ന് പറയുന്ന പ്രൈമറിലി ഫോക്കസ് അതിൻ്റെ കൂടുതലും ഇൻട്രാ എപ്പിത്തീലിയൽ നിയോപ്ലാസം. അതിനെ കൂടുതലും നമ്മൾ ഫോക്കസ് ചെയ്യുന്ന നിരന്തരമായിട്ടുള്ള മോണിറ്ററിങ്, അതിൻ്റെ അതുപോലെ തന്നെ അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാലുള്ള അതിൻ്റെ പ്രോഗ്രഷനെ പറ്റി സ്റ്റഡി ചെയ്യുക, റിപ്പീറ്റഡ് ബയോപ്സി എടുക്കുക, PSA ലെവൽ റിപ്പീറ്റഡായിട്ട് നോക്കുക. അപ്പം അതുപോലെ തന്നെ ആൻഡ്രോജൻ ഡിപ്രവേഷൻ മെത്തേഡുകൾ അവലംബിക്കുക. ഇതൊക്കെയാണ് പിന്നെ യൂറോളജിയിൽ അവലംബിക്കുന്നത്. അത് നേരത്തെ തന്നെ എല്ലാവർക്കും ഇതിനെപ്പറ്റിയൊക്കെ വളരെയധികം വസ്തുത അറിയാവുന്നത് തന്നെയാണ്. അതുപോലെ തന്നെ AH കൂടുതലും എൽഡർലി മെയിലിലാണ് ഇത് കൂടുതൽ കണ്ടുവരുന്നത്. അതുപോലെ പ്രോസ്റ്റേറ്റിലെ ട്രാൻസിഷണൽ സോണ് തൊട്ട് ഇത് സ്മൂത്ത് മസിലിന്റെ സ്ട്രോമൽ കമ്പോണൻസിലെല്ലാം ഇത് വ്യാപിക്കും, ഇതിന്റെ ഹിസ്റ്റോപാതോളജിക്കൽ ചേഞ്ച്. അപ്പം അത് അസിനാർ അഡിനോസിസ് എന്ന് പറയുന്നത് സർവ്വസാധാരണമായ കണ്ടീഷൻ വരുന്ന സെല്ലുലാർ ഡിഫറൻസിയേഷനാണ്. അതുപോലെ തന്നെ പ്രോസ്റ്റേറ്റിന്റെ ഒരു സ്മോൾ ഏരിയയിൽ കണ്ടുവരുന്ന അവസ്ഥയിലാണ് കൂടുതൽ എറ്റിപ്പിക്കൽ സ്മോൾ അസിനാർ പ്രോലിഫറേഷൻ എന്ന് പറയുന്നത്. പ്രീ ക്യാൻസറസ് ലീഷനില് പ്രോസ്റ്റേറ്റില് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന എറ്റിപ്പിക്കൽ അഡിനോമാറ്റസ് നിയോപ്ലാസ AH തന്നെയാണ്. ഇതാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. ആദ്യം തന്നെ നമ്മൾ ഒരു ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് അല്ലെ കൺസിഡറേഷൻ നമ്മൾ പറയുമ്പോൾ ബിനൈൻ പ്രോസ്റ്റേറ്റ് ഹൈപ്പർപ്ലസിയ വിട്ട് നമ്മൾ പ്രീ ക്യാൻസറസ് ലീഷൻസ് ഇന്ന് പിന്നെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ ഉണ്ടാകുന്നു എന്ന വസ്തുത നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും പ്രോസ്റ്റേറ്റിൽ വരുന്ന മാറ്റങ്ങൾ അത് ഒരു BPHൽ മാത്രം ഒതുങ്ങി അല്ലാതെ തന്നെ മറ്റു രീതിയിൽ കൂടി അത് നമ്മൾ മോണിറ്റർ ചെയ്യേണ്ടതായിട്ട് വരും.
അതിന്റെ വെളിച്ചത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ സർവ്വസാധാരണമായിട്ട് ചെയ്യേണ്ട അൾട്രാസൗണ്ട് ഗ്രാഫ് തന്നെയാണ്. അത് ഫൈൻഡിങ്സിന്റെ പ്രധാനമാണ്. ക്യാൻസർ സാധ്യത ആരായുമ്പോൾ അത് മനസ്സിലാക്കാൻ വളരെയധികം നമുക്ക് പിന്നെ പ്രയോജനകരമായിരിക്കും. പ്രത്യേകിച്ച് ട്രാൻസ്റെക്ടൽ അൾട്രാസൗണ്ട് ഗ്രാഫ് ഇന്ന് സർവ്വസാധാരണമാണ്. അതുപോലെ തന്നെ ഒരു ജനറൽ അബ്ഡോമിനൽ സ്കാനിങ് പോലും BPH അല്ലെങ്കിൽ ഇതിന്റെ ഇയർലി ഡിറ്റക്ഷനൊക്കെ നമുക്ക് അവലംബിക്കാൻ പറ്റും എന്നുള്ളതാണ് വസ്തുത. അപ്പൊ സോണോളജിക്കൽ ഫീച്ചേഴ്സിൽ പല രീതിയിലുള്ള ഡിനോട്ട്സുകൾ നമ്മൾ കണ്ടുവരുമെങ്കിലും ഇതിനെയൊക്കെ ബേസ് ചെയ്ത് ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ ഉണ്ടാക്കേണ്ടതായിട്ട് വരുന്നത്. പ്രോസ്റ്റേറ്റ് വലുതാകുന്ന ഒരാള് പ്രത്യേകിച്ച് അതിന്റെ അൾട്രാസൗണ്ടിൽ കൂടുതലും പ്രത്യേകിച്ച് സെൻട്രലിലും ട്രാൻസിഷനിലും സോണിലുമാണ് അത് കൂടുതൽ ആ വലുപ്പം കാണുന്നത്. അപ്പോൾ അത് അൾട്രാസൗണ്ടില് നമ്മൾ മോണിറ്റർ ചെയ്യുമ്പം ഹൈപ്പോ എക്കോയിക്ക് അല്ലെങ്കിൽ മിക്സഡ് എക്കോജനിസിറ്റി എന്ന സ്റ്റേജിലേക്കാണത് നമ്മൾ പിന്നെ അതിന്റെ സോണോളജിസ്റ്റ് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്ത് തരുന്നത്. അത് പല ഹൈപ്പോ എക്കോയിക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ പ്രോസ്റ്റേറ്റിന്റെ പിന്നെ ഡിനോട്ടഡ് ഏരിയ ഡാർക്ക് ഏരിയ കറൗണ്ട് ചെയ്യുമ്പോഴാണ് ഹൈപ്പോ എക്കോയിക്ക് ആണെന്നത് മനസ്സിലാക്കുന്നത്. ഗ്രന്ഥി സാധാരണ ഗ്രന്ഥി പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി 30 ml കൂടുതൽ വലുപ്പം വെക്കുമ്പോഴാണ് അത് കൺസിഡറേഷനിലേക്ക് ഒരു സാധ്യത, അത് മാലിഗ്നൻസിയുടെ സാധ്യതയിൽ ഉണ്ടോ എന്ന് നമ്മൾ മോണിറ്റർ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ പ്രോസ്റ്റേറ്റ് വലിപ്പം കൂടി പ്രീ ക്യാൻസറസ് ലീഷനിലേക്ക് വരും ബ്ലാഡർ പ്രൊട്രൂഷൻ പ്രധാനപ്പെട്ട ഒരു അവസ്ഥയാണ്. ഇത് കൂടുതലും മീഡിയൽ ലോബിലാണ് കണ്ടുവരുന്നത്. മീഡിയൽ ലോബിൽ കൂടാതെ ഒരു പിണ്ഡം പോലെ അല്ലെങ്കിൽ ഒരു മാസ് ബ്ലാഡറിൽ ഫീൽ ചെയ്യുന്നതായിട്ട് USG കാണുന്നു. അപ്പൊ അതിൻ്റെ കൂടുതൽ കാൽസിഫിക്കേഷനും ഒക്കെ പിന്നെ സോണോളജിസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്തു തരും. കൂടുതലും പ്രീ മാലിഗ്നൽ കണ്ടീഷൻസിലെ അൾട്രാസോണോഗ്രാഫിക് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഹൈപ്പോ എക്കോയിക്കോ അല്ലെ മിക്സഡ് എക്കോജനിസിറ്റി ആയിരിക്കും, കാൽസിഫിക്കേഷൻ ആയിരിക്കും, ബ്ലാഡർ പ്രൊട്രൂഷൻസ്, അതുപോലെ മാസ് ഫീലിങ്സ്, ഇതെല്ലാം വരുമ്പോഴാണ് നമ്മൾക്ക് അതൊരു മാലിഗ്നന്റ് ആണ്. അപ്പോഴാണ് നമ്മളൊരു അടുത്ത സ്റ്റേജിലേക്ക് ഇവാലുവേഷനിലേക്ക് പോകുന്നത്. അപ്പൊ അതുപോലെ കൂടാതെ തന്നെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ രോഗികളിൽ നിന്ന് മനസ്സിലാക്കുന്നു. അവരുടെ സിംറ്റംസ്, ഇന്റർനാഷണൽ പ്രോസ്റ്റേറ്റിക് സ്കോറിൽപ്പെട്ട സിംറ്റംസ് നമ്മൾ രോഗികളിൽ നിന്ന് മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ പിന്നെ അതുപോലെ പിന്നെ മിക്ചറേഷൻ റെസിഡൽ, പോസ്റ്റ് മിക്ചറേഷൻ റെസിഡൽ യൂറിൻ, അതായത് മൂത്രം പിന്നെ അൾട്രാസൗണ്ട് ചെയ്യുമ്പോൾ തന്നെ ബ്ലാഡറിലുള്ള സ്റ്റോറേജ് മൂത്രത്തിന്റെ അളവ് രേഖപ്പെടുത്തുകയും അതിനുശേഷം ഡ്യൂറിങ് അൾട്രാസോണോഗ്രാഫിക്ക് ശേഷം ഈ രോഗിയുടെ മൂത്രം ഒഴിച്ചതിന് ശേഷം വീണ്ടും USG പ്രോബ് മോണിറ്റർ ചെയ്യുമ്പോൾ ബ്ലാഡറിൽ അവശേഷിക്കുന്ന മൂത്രത്തിന്റെ സ്റ്റോറേജിനെ പറ്റിയും ഡോക്ടർ ഇവാലുവേറ്റ് ചെയ്യുന്നു. അതുപോലെ പോസ്റ്റ് റെസിഡൽ പിന്നെ വോളിയം ഓഫ് പിന്നെ യൂറീത്ര എന്ന PRVന്റെ കണ്ടീഷൻ, അത് പലപ്പോഴും നോർമലി 50 cc കൂടുതലായിരിക്കും. 50 cc കൂടുതലുള്ള യൂറിൻ സ്റ്റോറേജ് ഉണ്ടെങ്കിൽ അത് പിന്നെ വളരെ സസ്പെക്റ്റഡും, അതുപോലെ അവിടെ പിന്നെ യൂറീത്രൽ പിന്നെ ബ്ലാഡർ റിട്ടൻഷന്, അവിടെ ബ്ലാഡർ റിട്ടൻഷനും ഒക്കെ സാധ്യത കൂടുതലാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ട് വരുന്നു. അതുപോലെ തന്നെ ഒരു പതോളജിക്കൽ ലെവലിൽ സോണോളജിക്കൽ ഡീപ്പ് സോണോളജിക്കൽ വരുമ്പോൾ യൂറിത്രൽ പിന്നെ കംപ്രഷന്, അതുപോലെ ട്രാബിക്കുലേഷൻ, ചെറിയ ബീം ലെവലില് ഈ USGയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഈ ലെവലിലൊക്കെ ഒരു ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് അൾട്രാസൗണ്ട് ഗ്രാഫ് മോണിറ്ററിങ്ങിൽ ഇത് കാണുമ്പോഴാണ് നമുക്കത് ഒരു ഐഡിയ ലെവലിലേക്ക്, ഇത് വളരെ ഗൗരവമായിട്ടുള്ള രീതിയിലേക്ക് പോകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ പ്രീ ക്യാൻസറസ് പ്രോസ്റ്റേറ്റ് കണ്ടീഷൻസിൽ
PSA ഇവാലുവേഷൻ വളരെ സുപ്രധാനമാണ്. പ്രോസ്റ്റേറ്റിക് സ്പെസിഫിൻ ആന്റിജൻ ഇസ് an important ട്യൂമർ മാർക്കർ പ്രോസ്റ്റേറ്റ് ക്യാൻസർ. അപ്പൊ അതിന്റെ സാധ്യത വരുന്ന നോക്കാം. പ്രത്യേകിച്ച് നോർമൽ പ്രോസ്റ്റേറ്റ് PSA എന്ന് പറയുന്ന 0.124 നാനോഗ്രാം ml ആയിരിക്കും. ഇത് കൂടുതലും അതിന്റെ ഒരു സിഗ്നിഫിക്കൻ്റ് എന്ന് പറഞ്ഞാൽ കട്ട് വാല്യൂ 10 mg/ml ആണ്. അത് കൂടുതൽ കാണുകയാണെങ്കിൽ അത് ഒരു ക്യാൻസറിന്റെ ലെവലിലേക്ക് വിരൽ ചൂണ്ടുന്നു. അത് ഹൈ റിസ്ക് സ്കൂളിൽപ്പെട്ട ആളുടെ ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നു. എന്നാൽ കൂടുതലും 20ന്റെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് കൂടുതൽ ഇവാലുവേഷന് നമ്മൾ പോകേണ്ടതായിട്ട് വരുന്നു. ഈ വസ്തുതകളൊക്കെ കണക്കിലെടുത്ത് വേണം നമ്മൾ പിന്നെ ഇതിനെ കൂടുതൽ മോണിറ്റർ ചെയ്യുക. അടുത്ത പടി എന്ന് പറഞ്ഞാൽ പ്രീകാൻസറസ് ലീഷനിൽ സെറ്റ്സെന്റ് ബയോപ്സി തന്നെയാണ്. ബയോപ്സിയില് പലപ്പോഴും നീഡിൽ ബയോപ്സി പല ടൈപ്പ് ബയോപ്സികളും ഇന്ന് നിലവിലുണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് സെഷൻസ് എടുക്കുന്ന സൈറ്റോളജിക്കൽ ഇവാലുവേഷനില് ഏറ്റവും കൂടുതലാണ് ഗ്ലൈസൻ സ്കോർ ഗ്ലൈസൻ സ്കോർ ആണ് അതിൻ്റെ അകത്ത് കണ്ടെത്താൻ പറ്റുന്നത്. ആ മൈക്രോസ്കോപ്പിക്കൽ അപ്പിയറൻസ് ക്യാൻസർ സെല്ലിനെ ഗ്രേഡ് ചെയ്യാൻ, പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെ തരംതിരിക്കാനും അതിന്റെ ലെവൽ മനസ്സിലാക്കാനും അതിന് ഉപയോഗിക്കുന്ന സ്കോർ ഗ്ലൈസൻ സ്കോർ തന്നെയാണ്. ഗ്രേഡ് 1-ലാണെങ്കിൽ ക്യാൻസർ സെൽ ലോട്ട് ഓഫ് നോർമൽ സെൽസ് ആയിരിക്കും. ക്യാൻസർ സെല്ലിന് പകരമായി നോർമൽ സെൽ. ഗ്രേഡ് 2 to 4 എന്ന് പറയുന്ന ക്യാൻസർ സെല്ലിന്റെ ടിഷ്യൂസ് നോർമലിലായിരിക്കുമെങ്കിലും അതിന് കൂടുതൽ സങ്കീർണ ലെവലിലേക്ക് പോകുന്നില്ല. ഗ്രേഡ് 5-ലാണ് ക്യാൻസർ വെരി അബ്നോർമൽ ആയിട്ട് തന്നെ ക്യാൻസർ കേസ് ആണ് അബ്നോർമൽ ആയിട്ട് കാണും. ഗ്രേഡ് 6 ലോ ഗ്രേഡ് ക്യാൻസർ ലെവലിലേക്ക് വരുന്നു. അത് 6, 7, 8 ആണ് ഗ്രേഡിൽ. അത് മീഡിയം ടു അതിൻ്റെ ലെവൽ മുകളിലേക്ക് വരുന്നു. 10 ഹൈ ഗ്രേഡ് ക്യാൻസർ ലെവലിലേക്ക് വരുന്നു. ഗ്ലൈസൻ സ്കോറിൽ 10 സ്കോറിൽ ഏകദേശം 6 വരെ നമ്മൾ സസ്പെക്റ്റഡ് ആണെങ്കിൽ പ്രീ ക്യാൻസറസ് കണ്ടീഷൻസിലേക്ക് നമ്മൾ മോണിറ്ററിൽ വരികയും അതിൻ്റെ മുകളിലേക്കാണ് ക്യാൻസർ ആയിട്ട് അത് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇത്ര ബയോപ്സി ലെവലിൽ ഏറ്റവും വിഭിന്നമായ രീതിയിലുള്ള ബയോപ്സിയിലും ബയോപ്സി റിസൾട്ടും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ പ്രീ ക്യാൻസറസ് ലീഷൻസിലേക്ക് മോണിറ്ററിങ്ങിന് ഇപ്പൊ നിലവിലുള്ള സംവിധാനങ്ങളാണ്. അതുപോലെ തന്നെയാണ് സ്റ്റാൻഡേർഡ് സ്കോറിങ്, പിറാഡ്സ് എന്ന് പറയും, പ്രോസ്റ്റേറ്റ് ഇമേജിംഗ് റിപ്പോർട്ടിംഗ് ആൻഡ് ഡാറ്റ സിസ്റ്റം. അത് പലപ്പോഴും MRI ലെവലിലാണ് വരുന്നത്. ഫൈൻഡിങ്സ് ഒരു മൾട്ടി പിരമിഡൽ പാരാമെട്രൽ ലെവലിലാണ് MRI ഫൈൻഡിങ്സ് അത് വരുന്നത്. ആ ഡാറ്റ സിസ്റ്റത്തിൽ പിറാഡ്സ് ഏകദേശം 5 വരെയാണ് ആ സ്കോറിങ് വരുന്നത്. നമ്മുടെ ബിറാഡ്സ് ഒക്കെ വേറെ ഉണ്ട്. തൈറോയിഡിന്റെ ടിറാഡ്സ് എന്ന് പറഞ്ഞാൽ പിറാഡ്സ്. അപ്പൊ ആ ക്ലിനിക്കലി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഹൈലി അൺലൈക്ക്ഡ് സാധ്യതയില്ലാത്ത സ്റ്റേജ് സ്കോർ എന്ന് പറയുന്നത് പിറാഡ്സ് 1 ആണ്, വെരി ലോ ആയിരിക്കും. അത് 2ഉം അതിന്റെ സാധ്യത വളരെ കുറവായിരിക്കും. 3 എന്ന് പറയുന്ന പിറാഡ്സ് ഇന്റർമീഡിയറ്റ് ലെവൽ, ഉറപ്പില്ലാത്ത ഒരു സ്റ്റേജ് ആയിരിക്കും. 4 എന്ന് പറഞ്ഞാൽ ഹൈലി സിഗ്നിഫിക്കൻ്റ്, ക്ലിനിക്കലി ഹൈലി സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും. 5 എന്ന് പറഞ്ഞാൽ ഹൈലി സിഗ്നിഫിക്കൻ്റ് ആയിട്ട് വരും. അപ്പൊ ഇതിനെ പ്രത്യേകിച്ച് MRIയില് അല്ലെങ്കിൽ പെറ്റ്സ് MRI സ്ക്രീനിലൊക്കെ അതിന്റെ സ്ക്രീനിങ്ങിന്റെ ലെവലില് അതിന്റെ കൃത്യതയോടുകൂടി അതിന്റെ മോണിറ്ററിങ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് പലപ്പോഴും ഇതിന്റെ റിപ്പോർട്ട്സ് ഒക്കെ കാണുമ്പോൾ DW1 എന്ന് പറയും, വ്യാപിപ്പിക്കുന്ന. അതുപോലെ ഡിഫ്യൂഷൻ വെയിറ്റ് ആൻഡ് ഇമേജ് എന്നാണ് ഇത് പറയുന്നത്. അതുപോലെ തന്നെ അപ്പേരന്റ് ഡിഫ്യൂസ് കോഎഫിഷ്യന്റ് ADC എന്നൊക്കെ ഡിനോഷൻ വരുന്നുണ്ട്. അപ്പൊ അത് ഡയഗ്നോസ്റ്റിക് ആക്യുറസിയെ നോക്കുന്നതാണ്. അതൊരു മീഡിയത്തിൽ കൂടെ ബീം കടത്തിവിടുമ്പോൾ പെരിഫറൽ സോണിലും ട്രാൻസിഷൻ സോണിലും വ്യത്യാസം വരുന്നു. അപ്പൊ ആ ഒരു ലെവല് കൃത്യമായിട്ട് തന്നെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ CA പ്രോസ്റ്റേറ്റിലെ MRI സ്ക്രീനില് ഡെൻസിറ്റി പാക്ഡ് ആയിരിക്കും കാണുന്നത്. റിസ്ട്രിക്റ്റഡ് ഡിഫ്യൂഷൻസ് ആണ് ഇതിൻ്റെ അകത്ത് കാണുന്നത്. അതുപോലെ ഹൈപ്പോ ഇന്റൻസീവ് സിഗ്നൽസ് എന്നാണ് പറയുന്നത്. ഈ ഹൈപ്പോ ഇന്റൻസീവ് സിഗ്നൽസും റെസ്ട്രിക്റ്റീവ് ഡിഫ്യൂഷൻസും ഡെൻസിറ്റി പാക്കിംഗ്, ഈ 3 ടേംസ് വരുമ്പോഴാണ് അതൊരു പ്രീ ക്യാൻസറസിന്റെ ലെവലിൽ നിന്നും സസ്പെക്റ്റഡ് ലെവലിലേക്ക് സോണോളജിക്കൽ ഡിസ്ക്രിപ്ഷനായിട്ട്
നമുക്കിത് പിന്നെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതുപോലെ പെറ്റ് MRIയിൽ പിന്നെ PSMA എന്ന് പറയുന്ന പ്രോട്ടീൻ സൂപ്പർഫിഷ്യലായിട്ട് അത് കാണുന്നുണ്ട്. അത് ഒരു സ്പെസിഫിക് മെമ്പറൈൻ ഫോർമേഷൻ വരുന്നു. അത് എപ്പോഴും ഫ്ലൂറോഡിയോസോ ഗ്ലൂക്കോസ് എന്ന റേഡിയോ ട്രേസർ കയറ്റുമ്പോൾ ഈ ഡൈ പിന്നെ PSMA ലെവലിലേക്ക് റേഡിയോ ആക്റ്റീവ് ട്രേസർ ആയിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് ഇതിന്റെ സ്ക്രീൻ കൂടുതൽ കണ്ടുവരുന്നത്. അതനുസരിച്ചാണ് ഇതിന്റെ ഡെൻസിറ്റിയെയും ഇതിന്റെ ഡിഫ്യൂഷനെയും ഹൈപ്പോ ഇന്റൻസിറ്റിയെയും മോണിറ്റർ ചെയ്യുന്നത്. ഇതൊക്കെ ഒരു വലിയ ഒരു സ്റ്റാൻഡേർഡൈസ് ലെവലിലേക്ക് ട്രീറ്റ്മെന്റ് ചെന്നു എന്ന് പറയുന്നതിന് യാഥാർത്ഥ്യമായിട്ട് നമ്മൾ ഇതിനെപ്പറ്റി വിവരിക്കുന്നേ ഉള്ളൂ. പക്ഷെ ഇതിന്റെ കണ്ടീഷൻസ് എന്ന് പറയുമ്പോൾ പിന്നെ പ്രോസ്റ്റേറ്റ് പിന്നെ പ്രീ ക്യാൻസറസ് ലീഷൻ ഓഫ് പ്രോസ്റ്റേറ്റ്സിന്റെ കണ്ടീഷൻസിനെ പറ്റി മനസ്സിലാക്കുമ്പോൾ USG, ബയോപ്സി, അതുപോലെ തന്നെ യൂറോഫ്ലോമീറ്റർ, പിന്നെ അതുപോലെ തന്നെ സ്കോറിങ്, ഗ്ലൈസൻ സ്കോർ, ഇമേജിംഗ് റിപ്പോർട്ടിംഗ് സിസ്റ്റംസ്, അതുപോലെ അത്ര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്ക്രീനിങ് ആധുനിക യുഗത്തിൽ നടക്കുന്നു. അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ചെയ്താൽ നമുക്ക് ഒത്തിരി കേസുകൾ നമ്മുടെ കയ്യിൽ നിൽക്കും എന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിൽ വരുന്ന കാര്യങ്ങൾ. അപ്പൊ നമ്മൾ ഈ പ്രീ ക്യാൻസറസ് ലെവലിൽ നമ്മൾ നൽകുന്ന മരുന്നുകളെ പറ്റി ഒരു ഷോർട്ട് ആയിട്ട് തന്നെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. കാരണം നമ്മളെ ക്യാൻസർ ലെവലിലേക്ക് പോകുമെങ്കിലും പ്രീ ക്യാൻസറസ് ലെവലിലുള്ള ട്രീറ്റ്മെന്റ് ഇന്ന് വളരെയധികം ആളുകൾ അഭിമുഖീകരിക്കുന്നുണ്ട്. നമ്മുടെ ഡോക്ടേഴ്സ്, ഹോമിയോപ്പതി ഡോക്ടർമാർക്ക് ഏറ്റവും കൂടുതൽ 80% പ്രീ ക്യാൻസറസ് കണ്ടീഷനിൽ നിന്നുള്ള കേസുകൾ തന്നെ പ്രോസ്റ്റേറ്റിൽ വരുന്നുണ്ട്. അപ്പം ഒന്ന് ആദ്യമായിട്ട് തന്നെ പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പ്രോസ്റ്റാറ്റിക് ഇൻട്രാ എപ്പിത്തീലിയൽ നിയോപ്ലാസം പലപ്പോഴും അത് സജസ്റ്റ് ചെയ്യുന്നത് USGയിൽ കൂടെ തന്നെയായിരിക്കും, അല്ലെ MRI ലെവലിലായിരിക്കും ഈ പ്രീ ക്യാൻസറസ് ലീഷൻസ് വരുന്നത്. അതിനെ കൂടുതലും നമ്മൾ റിപ്പീറ്റഡ്, നേരത്തെ പറഞ്ഞാൽ ബയോപ്സി എടുക്കുക എന്നുള്ളതാണ്. അതുപോലെ PSA ലെവല് റിപ്പീറ്റഡായിട്ട് വരും. ആൻഡ്രോജൻ ഡിപ്രവേഷൻ തെറാപ്പി, ഇതൊക്കെയാണ് അലോപ്പതിയിൽ അവലംബിക്കുന്ന ചികിത്സകൾ. അപ്പൊ നമ്മൾ ഇതിൻ്റെ അകത്ത് കൂടുതൽ നമ്മളെ രോഗിയെ ബയോപ്സി എടുപ്പിക്കുക. PSA ലെവലിൽ വരുന്ന വ്യത്യാസത്തിന് ഏറ്റവും കൂടുതൽ പ്രീ ക്യാൻസറസ് കണ്ടീഷനിൽ മരുന്ന് നമ്മൾ നൽകേണ്ടതായിട്ട് വരുന്നു. അത് കൂടുതലും PSA ലെവല്, പ്രീ ക്യാൻസറസ് ലെവൽ പ്രോസ്റ്റേറ്റിൽ കൂടുതലും റിസൾട്ട് കിട്ടുന്ന തൂജ ഓസിഡന്റാലിസും കൊണിയമാക്യും കാർസിനോസിനും തന്നെയാണ്. ഇത് പലപ്പോഴും 30 to 200 പൊട്ടൻസി തന്നെ എവരി വീക്കില് ഇത് മരുന്ന് നൽകുമ്പം തന്നെ PSA ലെവലിൽ വരുന്ന വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ആൻഡ്രോജൻ ഡിപ്രവേഷൻ, അതൊരു വലിയ ഒരു വെല്ലുവിളിയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. ആൻഡ്രോജന് റെഡ്യൂസ് ചെയ്യുന്ന സംവിധാനം, അത് ഹോമിയോപ്പതിയിൽ നമുക്ക് ആൻഡ്രോജനെ കറക്റ്റായിട്ട് റെഡ്യൂസ് ചെയ്യാൻ പല സംവിധാനങ്ങളും നിലവിലുണ്ട്. അപ്പം നമ്മുടെ ആൻഡ്രോജന്റെ റോൾ കുറയ്ക്കുമ്പോൾ അതിൻ്റെ സാധ്യതകൾ, അതിൻ്റെ അപകട സാധ്യതകൾ, അതിൻ്റെ ത്വരിതപ്പെടുത്തൽ എല്ലാം നമ്മൾ കൺട്രോൾ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നു. പ്രത്യേകിച്ച് പ്രോസ്റ്റാറ്റിക് ഇൻട്രാ എപ്പിത്തീലിയൽ നിയോപ്ലാസത്തിന് ആൻഡ്രോജൻ പ്ലേയില് അലോപ്പതി കൊടുക്കുന്ന ആൽഫ റെസിപ്റ്റേഴ്സ് തന്നെയാണ്. അത് ആൻഡ്രോജൻ്റെ അത് ഇൻഹിബിറ്റർ ആണ്. അത് പലപ്പോഴും നമ്മളത് കൂടുതലും പല ആളുകൾ നമ്മൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ റിഡക്ഷൻ, പ്രോസ്റ്റേറ്റിനെ റെഡ്യൂസ് ചെയ്യാനുള്ള കഴിവ് അതിനില്ല. അത് പ്രോസ്റ്റേറ്റിക് പാർട്ടിലുള്ള സ്മൂത്ത് മസിൽസിനെ റെഡ്യൂസ് ചെയ്യുക, അതിൻ്റെ സ്പാസം കുറയ്ക്കുക എന്നുള്ളത് മാത്രമാണ്. ഗ്ലാൻഡിനെ കുറയ്ക്കുന്നില്ല. ആ ലെവലില് ആൽഫ റെസിപ്റ്റേഴ്സിന്റെ റോള് വരുന്നത് നമ്മൾ പലപ്പോഴും ഹോമിയോ ഡോക്ടർമാർ പലപ്പോഴും നമ്മൾ കണ്ടുവരുന്ന സബ്സെർലേറ്റ് മാത്രം നമ്മൾ ഊന്നി ചികിത്സകൾ നൽകും. അതുപോലെ കൽക്കേരിയ ഫ്ലോറേറ്റോ ആണ് പഠനത്തിൽ ഏറ്റവും ഉപകാരപ്പെടുന്ന മരുന്ന്. ആൽഫ റെസിപ്റ്റേഴ്സ് അഥവാ അൽഫോസിസാൻ, ടാംസിലോസിൻ എന്നീ അലോപ്പതി ഡ്രഗിന്റെ സ്ഥാനത്ത് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ നൽകുന്ന കൽക്കേരിയ ഫ്ലോറേറ്റമാണ്. രണ്ടാമത്തെ മരുന്നെന്ന് പറയുന്നത് കൊണിയമാക്കാണ്. മൂന്നാം സ്ഥാനമേ ഉള്ളൂ സബസെർലേറ്റയ്ക്ക്. സബസെർലേറ്റയ്ക്ക്
ഏകദേശം 24 hours സ്മൂത്ത് മസിൽസിനെ പിന്നെ റിലാക്സ് ചെയ്യാനുള്ള കഴിവ് കണ്ടുവരുന്നുണ്ട്. എന്നാൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം അത്ര പ്രായോഗികമായിട്ട് കുറയ്ക്കുന്നതായിട്ട് പഠനങ്ങളിൽ കാണുന്നില്ല. ഹോമിയോപ്പതി പഠനങ്ങളിൽ തന്നെയല്ല, ആയുർവേദത്തിലും അലോപ്പതിയിലും ഒക്കെ സാപ്പാൽമെറ്റോന്ന് തന്നെയാണ് സബ്സെർലേറ്റയുടെ പിന്നെ പേര് തന്നെ. ഇതിനെപ്പറ്റി വളരെ പഠനങ്ങൾ യൂറോളജിസ്റ്റുമാർ തന്നെ നടത്തിയിട്ടുണ്ട്. അത് സ്മൂത്ത് മസിൽസ് റെഡ്യൂസ് ചെയ്ത് യൂറിനറി റിട്ടൻഷൻ മാറ്റി മൂത്രപ്രവാഹം കൂട്ടുന്ന ഒരവസ്ഥയിലാണ് അലോപ്പതി പോലും പിന്നെ ഈ പ്രോസ്റ്റേറ്റിന്റെ മരുന്നുകൾ നൽകുന്നത് ആദ്യപടിയായിട്ട്, ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് ആയിട്ട്. ഇതിനെ ത്വരിതപ്പെടുത്താൻ കൽക്കേരിയ ഫ്ലോറത്തിന് അത്ര സവിശേഷ മരുന്നുകൾ ഹോമിയോപ്പതി ഇല്ലതാനും. അപ്പോൾ കൽക്കേരിയ ഫ്ലോറേറ്റത്തിന്റെ റിപ്പീറ്റഡ് ഡോസാണ് ഈ പ്രത്യേകിച്ച് യൂറിനറി ഫ്ലോ ത്വരിതപ്പെടുത്താനും പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റ് ഉള്ള ആളുകൾക്ക് യൂറിനറി ഫ്ലോ ത്വരിതപ്പെടുത്താൻ സ്മൂത്ത് മസിൽ റിലാക്സന്റ് എന്ന് പറയുന്ന കൽക്കേരിയ ഫ്ലോറാണ്. അതുപോലെ തന്നെ ഏറ്റവും സങ്കീർണമായ ഏറ്റവും രാത്രികാലങ്ങളിലെ മൂത്രം ഒത്തിരി പോകേണ്ടി വരുന്നവർക്ക് ഏറ്റവും അതിന് കൽക്കേരിയ ഫ്ലോറേറ്റത്തിന് പടിയായിട്ട് നൽകുന്നതാണ് പരേറിയ ബ്രേവ മദർ ടിഞ്ചർ. ഇതിന്റെ പരേറിയ ബ്രേവയിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ് സ്മൂത്ത് മസിൽ റിലാക്സന്റ് ആണ്. ഇത് കൊടുത്തു കഴിഞ്ഞ 1 മണിക്കൂറിൽ തന്നെ അതിന്റെ റിസൾട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഏകദേശം 20 ഡ്രോപ്സ് ഒക്കെ ആ പേഷ്യൻസിന് കൊടുത്താൽ കൃത്യമായിട്ട് നൽകും. ഇപ്പൊ ഇതിന്റെ ഒരു കോൺട്രാൻഡിക്കേഷൻസ് പറയുന്ന പല മരുന്നുകളും ഹോമിയോപ്പതിയിലെ മദർ ടിഞ്ചറുകൾ നമ്മൾ യൂറിനറി ട്രാക്ട് റിലാക്സന്റിന് കൊടുക്കും ഇങ്ങനെയുള്ള കേസിൽ. അപ്പൊ കൊടുക്കുമ്പോൾ നമുക്ക് പലപ്പോഴും അത് ഡയൂറിറ്റിക് ആണോ എന്ന് ഉറപ്പ് വരുത്തിയില്ലെങ്കിൽ അത് യൂറിനറി ട്രാക്ട് സ്മൂത്ത് മസിൽസിന് പകരം യൂറിൻ ഫോർമേഷന് വഴിതിരിച്ച് ഈ രോഗിക്ക് പിന്നെ സ്മൂത്ത് മസിൽ റിലാക്സേഷന് പകരം അർജൻസി കൂട്ടുക എന്നുള്ള ഒരു പ്രശ്നത്തിലേക്ക് പോകാറുണ്ട്. അതുകൊണ്ട് പിന്നെ ചില ടിഞ്ചേഴ്സുകളിൽ ആൽക്കലോയിഡിന്റെ സവിശേഷതകൾ കൊടുത്ത് മാത്രമേ ഇങ്ങനെയുള്ള അവസ്ഥയിൽ മരുന്ന് കൊടുക്കാൻ പാടുള്ളൂ. അതിൽ ഏറ്റവും ഗ്രേഡഡായിട്ട് സഫിഷ്യന്റ് ആയിട്ട് കൊടുക്കാൻ സേഫായിട്ട് കൊടുക്കാൻ പറ്റുന്ന സബ്സെർലേറ്റായും പരേറിയ ബ്രേവയും കൽക്കേരിയ ഫ്ലോറേറ്റം, തൂജ, കൊണിയം എന്നീ മരുന്നുകളാണ് ഇങ്ങനത്തെ കണ്ടീഷനിൽ യൂറിനൽ ഫ്ലോ ത്വരിതപ്പെടുത്താനും റിലാക്സന്റ് ആക്കാനും ഒക്കെ ഒരു കഴിവ്. അതേസമയത്ത് ഡയൂറിറ്റിസ് തെറ്റിക്കൊടുത്തു കഴിഞ്ഞാൽ മൂത്രോത്പാദനം കൂടുകയും ഈ രോഗിക്ക് അസ്വസ്ഥതകൾ കൂടുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആൻഡ്രോജൻ പിന്നെ റിഡക്ഷൻ എന്ന് പറയുന്നതിൽ ഏറ്റവും കൂടുതൽ ആൻഡ്രോജനെ റിഡ്യൂസ് ചെയ്യാനുള്ള കഴിവ് നമ്മുടെ മരുന്നുകളിൽ നോസോഡുകൾക്കാണ്. പ്രത്യേകിച്ച് കാർസിനോസിന് ആൻഡ്രോജന് നല്ല റോളുണ്ട്. അതുപോലെ തന്നെ ഫ്ലാക്സ് സീഡിൽ അടങ്ങിയ ചില മരുന്നുകളുണ്ട്. ലിനം യുസി എന്നാണ് അതിന് പേര്. പലപ്പോഴും കീനോട്ടിൽ തന്നെ ലിനം ഉസിസ്റ്റാറ്റിസ്റ്റിക്കം എന്ന് പറയുന്ന മരുന്ന്, അതുപോലെ വിൽമർഷാബയാണ് ഏറ്റവും കൂടുതൽ അതിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ഫ്ലാക്സ് സീഡിൽ അടങ്ങിയ മരുന്നുകളുടെ വളരെയധികം സവിശേഷതയാണ് ആൻഡ്രോജൻ റിഡക്റ്റൈസ് ആയിട്ട് ഇൻഹിബിറ്റർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയത്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള രോഗികൾക്ക് ഷുഗർ കുറച്ച് ഉപയോഗിക്കുക, കാർബോഹൈഡ്രേറ്റ് പിന്നെ ഡയറ്റ് കുറയ്ക്കുക, ഗ്രീൻ ടീ, അതുപോലെ സെലിനിയം അടങ്ങിയ മരുന്നുകൾ, അതുപോലെ നമ്മുടെ ഹോമിയോയിലും കാണുന്ന ഗ്ലിസറസിയ ഗ്ലെബ്ര എന്ന് പറയുന്നത്. ഗ്ലിസറസിയ ഗ്ലെബ്ര പിന്നെ ആൻഡ്രോജൻ റിഡക്ഷൻ ആണെങ്കിലും റിപ്പീറ്റഡ് ആയിട്ട് കൊടുക്കാൻ പാടില്ല. കാരണം ഗ്ലിസറസിയ ഗ്ലെബ്ര ഹൈപ്പർടെൻസീവ് പേഷ്യൻസിനൊന്നും അതിനെ ഒത്തിരി ബുദ്ധിമുട്ടിക്കുന്ന മരുന്നായതുകൊണ്ട് അതിനെ കൂടുതലും നമ്മൾ ശ്രദ്ധിച്ചു വേണം കൊടുക്കാൻ. അതുപോലെ വൈറ്റമിൻ D3 കുറവ് ഇങ്ങനെയുള്ളവർക്ക് ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതായിട്ട് വരുന്നു. ഇത്രയുമാണ് പ്രോസ്റ്റാറ്റിക് ഇൻട്രാ എപ്പിത്തീലിയൽ നിയോപ്ലാസത്തിന്റെ ഒരു മാനേജ്മെന്റ് ആയിട്ട് നമ്മൾ കരുതുന്നത്. അത് അടുത്തതെന്ന് പറയുന്നത് എറ്റിപ്പിക്കൽ അഡിനോമറ്റസ് നിയോപ്ലാസ, സർവ്വസാധാരണമായിട്ട് തന്നെ അഡിനോസിസ്. അതിന് നമ്മൾ ഏറ്റവും പ്രൈമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് തൂജ, കൊണിയം എന്നീ മരുന്നുകൾ തന്നെയാണ്. തൂജ, കൊണിയം മരുന്നുകളിൽ ഏറ്റവും കൂടുതൽ നല്ല ഒരു റോൾ തന്നെയുണ്ട്. പ്രത്യേകിച്ച് ഹയർ പൊട്ടൻസി പോലെ അതിൻ്റെ റോളുകൾ റിപ്പീറ്റഡ് ഡോസിൽ തന്നെ നമ്മൾക്ക് കൊടുത്താൽ നല്ല പ്രയോജനം കിട്ടും. അഡിനോസിസിന് അടുത്ത ഏറ്റവും നല്ല മരുന്നെന്ന് പറയുന്നത് വിസ്കോ ആൽബും കുർക്കുമ ടിഞ്ചറുമാണ്. അതിന്റെ ഏറ്റവും വലിയ റോളെന്ന് പറയുന്നത് പ്രോസ്റ്റേറ്റിക് ഗ്ലാൻസിന്റെ പിന്നെ പ്രീ ക്യാൻസറസ് കണ്ടിന്യൂ ആൻഡ്രോജൻ റിസപ്റ്റേഴ്സിന്റെ
പ്രത്യേകിച്ച് പിന്നെ എറ്റിപ്പിക്കൽ അഡിനോമറ്റോസിസ് സൈറ്റോളജിയിലെ ഏറ്റവും കൂടുതൽ അതിന് ആക്ഷൻ കിട്ടുന്ന കുർക്കുമ രോഗമായിട്ട് ബിസ്വാൽബിനുമാണ്. അതിൻ്റെ അത് കുർക്കുമയിൽ അടങ്ങിയ നാച്ചുറൽ ഫ്ലാവനോയിഡ്സ് PSA കുറയ്ക്കാനും ഹോർമോണിനെ സ്വാധീനിക്കുന്ന കോശങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവുകളും അതുപോലെ തന്നെ പ്രീ ക്യാൻസറസ് കണ്ടീഷനിലെ പുരോഗതി തടയാനും സാധിക്കും. അതുപോലെ തന്നെ അഡിനോമറ്റോസിസ് സൈറ്റോളജിക്കൽ ഡിസ്കഷന് വിസ്വാൽബ് ക്യാൻസർ ട്രീറ്റ്മെന്റിനോട് ഒപ്പം കൊടുക്കുന്നുണ്ടെങ്കിലും വിസ്വാൽബ് കൊടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും പ്രോസ്റ്റാറ്റിക് പെരിഫറൽ സോണിലും ഒക്കെ നല്ല ആക്ഷൻ ഉള്ളത്, ട്രാൻസിഷണൽ സോള് സെൻട്രൽ സോണില് ഒക്കെ ട്യൂമറിനെ കുറയ്ക്കാനും അത് ക്യാൻസർ ആകാതിരിക്കാനും ഒരു സസ്പെക്റ്റഡ് ലെവലിൽ വരുന്ന ഗ്രേഡേഷൻ ഉള്ള എല്ലാ സാധ്യതകൾക്കും ഈ മരുന്ന് ഒരു പ്രൊഫൈലാറ്റിക് ആയിട്ട് കൊടുക്കാവുന്നത്. അതനുസരിച്ച് ഒരു ലേശം പോലും ഇതിന്റെ സ്വാധീനത കുറയ്ക്കാൻ കൂടെ നമുക്ക് ഇത് സാധിക്കുന്നതാണ്. നേരത്തെ തന്നെ ഫ്ലാക്സ് സീഡിനെ പറ്റി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ കൂടുതൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഹോമിയോപ്പതി പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കത്തിനും പ്രോസ്റ്റേറ്റ് ക്യാൻസറിനും നമ്മൾ ആൻഡ്രോജൻ ഡിപ്രവേഷൻ അല്ലാതെ ചില ഉത്തേജക മരുന്നുകളായ അശ്വഗന്ധ പിന്നെ അതുപോലെ തന്നെ ജിൻസങ് ഇതൊന്നും പരമാവധി കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം രോഗികൾ ആൻഡ്രോജൻ നിയന്ത്രണത്തിന് പകരം അത് ടെസ്റ്റോസ്റ്റെറോൺ കൂട്ടാനുള്ള ഒരവസ്ഥയിലേക്ക് പോകും. അങ്ങനെ സെൽസിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായി നേരെ വിപരീതാനുഭവം ഉണ്ടാകുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പ്രോസ്റ്റേറ്റിക്കിന്റെ ഇതുപോലുള്ള അവസരങ്ങളിൽ നമ്മൾ സർജിക്കൽ ഇന്റർവെൻഷൻ ആണ് അലോപ്പതി കൂടുതലും കണ്ടുവരുന്നത്. ഒരു സാധ്യത വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഡോക്ടേഴ്സ് പ്രത്യേകിച്ച് മോഡേൺ മെഡിസിന് ഏത് മരുന്ന് കൊടുത്താലും മൂത്ര തടസ്സം, രക്തസ്രാവം, അതുപോലെ ക്യാൻസർ ആകാതിരിക്കണമെങ്കിൽ കൃത്യമായിട്ട് തന്നെയുള്ള സർജിക്കൽ ഇന്റർവെൻഷൻ കൊടുക്കേണ്ടി വന്നാൽ നമ്മൾ ചിലപ്പോഴും അതിന് വിധേയരാകേണ്ടി തന്നതായിട്ട് വരും. അതിനുള്ള ഏറ്റവും വലിയൊരു മെത്തേഡ് എന്ന് പറയുന്നത് ട്രാൻസ്യൂറിത്രൽ ഇൻസിഷൻ ഓഫ് പ്രോസ്റ്റേറ്റ് എന്നാണ് പറയുന്നത്. ഇൻസിഷൻ ചെറിയ മിനിമം ഇൻവേസീവ് ആയിട്ടുള്ള സർജറി പ്രൊസീഡേഴ്സ്. ഇതിനോടൊപ്പം ഹോമിയോ മരുന്നുകൾ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ട്, പ്രത്യേകിച്ച് ഭാവിയിൽ ക്യാൻസർ ഉണ്ടാകാതിരിക്കാനുള്ള സാധ്യത 100% ഉറപ്പാക്കാൻ പറ്റും. ട്രാൻസ്യൂറിത്രൽ ഇൻസിഷൻ ഓഫ് പ്രോസ്റ്റേറ്റ് കൂടുതലും അത് പോസ്റ്റ് സർജിക്കലിലൊക്കെ ഒത്തിരി പ്രശ്നങ്ങൾ കണ്ടുവരുന്നുണ്ട്. പ്രത്യേകിച്ച് യൂറിത്ര സ്ട്രിക്ചർ, അതുപോലെ യൂറിത്ര സ്പാസം കൂടുക, സർജറിക്ക് ശേഷം ഒത്തിരി ബുദ്ധിമുട്ട്. ഇതിനെല്ലാം നമുക്ക് ക്ലെമാറ്റോസെറക്റ്റ നല്ല മരുന്നാണ്. ക്ലെമാറ്റോസെറക്റ്റ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സ്പാസവും അതുപോലുള്ള ഡിഫിക്കൽറ്റി, യൂറിൻ പാസേജ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, അതിനോടുള്ള ഭയപ്പാട്, അതിനോടുള്ള സങ്കീർണാവസ്ഥകളെല്ലാം യൂറിത്ര ഇൻസെഷന് ശേഷം കൊടുത്താൽ ഏറ്റവും നല്ല മരുന്ന് ക്ലെമാറ്റോസെറക്റ്റ തന്നെയാണ്. അതുപോലെ തന്നെ ഈ ബ്ലഡ് തിന്നർ ആസ്പിരിൻ ഒക്കെ കൊടുക്കുന്നവർക്ക് പ്രോസ്റ്റേറ്റ് സർജറി കൂടുതലും വരുന്നത് ട്രാൻസ്യൂറിത്രൽ വേപ്പറൈസേഷൻ ആണ്. അത് ബ്ലഡ് ക്ലോട്ട് കൂടാതിരിക്കാനും ബ്ലഡ്സ് കൂടാതിരിക്കാനും ടിഷ്യൂവിനെ ബാഷ്പീകരിച്ചുകൊണ്ട് കൊടുക്കുന്ന ഒരു പ്രൊസീജിയറാണ്. അതിന് ട്രാൻസ്യൂറിത്രൽ വേപ്പറൈസേഷൻ ഓഫ് പ്രോസ്റ്റേറ്റ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മൈക്രോവേവ് കടത്തി വരുന്ന ഒരു പ്രത്യേക സർജിക്കൽ ഇന്റർവെൻഷനും ഇപ്പം നിലവിലുണ്ട്. അതുപോലെ തന്നെ ലൈംഗിക പ്രശ്നങ്ങൾ കുറയ്ക്കാനും അവരുടെ സർജറി വരുന്ന കോംപ്ലിക്കേഷൻ കളയാനും പ്രോസ്റ്റാറ്റിക് യൂറിത്ര ലിഫ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയറും ഇപ്പം നിലവിലുണ്ട്. ഇതൊക്കെ വളരെ സർവ്വസാധാരണമായിട്ട് കൊടുക്കുന്ന ചികിത്സകളാണ്. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചില കോംപ്ലിക്കേഷൻസുകൾ നമ്മൾ കണ്ടുവരാറുണ്ട്. പ്രത്യേകിച്ച് മിനിമൽ ഇൻവേസീവ് ആയിട്ടുള്ള ട്രാൻസ്യൂറിത്ര ഇൻസെഷൻ ഓഫ് പ്രോസ്റ്റേറ്റിൽ നമ്മൾ മരുന്ന് കൊടുക്കുമ്പോൾ അത് പല ആളുകൾക്കും സോഡിയം കുറയുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് ഇങ്ങനെയുള്ള പേഷ്യൻസിന്. അതുപോലെ അത് കൂടുതലും ലാർജ് വോളിയം ഓഫ് യൂറിനറി ലോസ് കൊണ്ട് വരുന്നതാണ്. അതിന് നമ്മൾ നാട്രമോർ സിക്സസും നല്ല മരുന്നായിട്ട് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ
പിന്നെ ടിഷ്യൂ ആബ്ലേഷന് അത് മൈക്രോവേവ് കടത്തി വരുന്നതിന് പലപ്പോഴും പിന്നെ ഇറിറ്റബിലിറ്റിയും പെയിനും ശ്വാസവും കൂടും സർജറിക്ക് ശേഷം. ഇതിന് നമ്മൾ പരേറിയ ബ്രേവ തന്നെ നേരത്തെ പറഞ്ഞ പോലെ കൊടുക്കാം. അതുപോലെ തന്നെ ചിലർക്ക് ബാക്കേക്ക് യൂറിത്ര ലിഫ്റ്റ് പോലുള്ള സമയം, അതുപോലെ മൈക്രോവേവ് കടത്തി കഴിയുമ്പോൾ ഉള്ള അവസ്ഥയിലൊക്കെ പ്രത്യേകിച്ച് ഇൻസിഷൻ അതിനൊക്കെ കൂടുതലും പിന്നെ ഒരു ഡിസ്യൂറിയ ഡെവലപ്പ് ചെയ്യും. പലപ്പോഴും ന്യൂറോളജിക്കലായിരിക്കും. അതിന് പ്രൂണസ് സ്പൈനോസ ടിഞ്ചറായിട്ട് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു റെക്ടൽ ഇറിറ്റേഷൻസ്, പ്രോസ്റ്റേറ്റ് ഏത് സർജിക്കൽ പ്രൊസീഡേഴ്സ്, പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് ഉൾപ്പെടെയും പ്രീ ക്യാൻസറസ് മാനേജ്മെന്റിലും ഒരു റെക്ടൽ പിന്നെ ഡിസ്കംഫോർട്ട് സർവ്വസാധാരണമാണ് ആഫ്റ്റർ സർജറിക്ക് ശേഷം. അതിന് പോളിഗണം പഞ്ചേറ്റം എന്നല്ല വരുന്നത്. പോളിഗണം പഞ്ചേറ്റം ആ പ്രോബ്ലം എല്ലാം വളരെയധികം കുറയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ ചില സർജിക്കൽ ഇന്റർവെൻഷനിൽ ഇതിന് ശേഷം അംബിലിക്കൽ ഹെർണിയ ഡെവലപ്പ് ചെയ്യും. അതിന് പലേഡിയം നല്ല മരുന്നാണ്. അതുപോലെ വളരെ സൂപ്പർഫിഷ്യലായിട്ട് ഈ ട്രാൻസ്യൂറിത്രൽ മൈക്രോവേവിനും വേപ്പറൈസേഷനും ഒഴികെയുള്ള സർജിക്കൽ പ്രീ ക്യാൻസറസ് സർജിക്കൽ ഇന്റർവെൻഷനിൽ ചില ബ്ലീഡിങ് ലെവല് ഏകദേശം 2-3 ആഴ്ചത്തേക്ക് കാണും. ഈ ബ്ലീഡിങ്ങിൽ നമ്മൾ ഹെമാമെലിസോ ഒന്നും കൊടുക്കാൻ പാടില്ല. അതൊരു പലപ്പോഴും കൊയാനാൻ എന്ന് പറയുന്ന മരുന്ന് കൊടുത്താൽ തന്നെ ആ ഹെമച്ചൂറിയ നിൽക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ ചില കേസിൽ ഏജ്ഡ് ആകുമ്പം മിനിമൽ ഇൻവേസീവ് തന്നെ നമ്മൾ സർജറി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പയൂറിയ ഡെവലപ്പ് ചെയ്യുക. അതിന് ഉവോർസി നല്ല മരുന്നാണ്. ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസും അല്ലെങ്കിൽ ആ മിനിമൽ ഇൻവേസീവ് വരുന്ന പ്രോബ്ലത്തിനും ഒക്കെ നമ്മളെ മരുന്നുകൾ നല്ല വ്യത്യാസം കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ സർജിക്കൽ ഇന്റർവെൻഷനിൽ സർവ്വസാധാരണ സ്ട്രെസ് ഇൻകോണ്ടിനൻസ് അത് പലപ്പോഴും സൈക്കോളജിക്കലി തന്നെയായിരിക്കും. അതിന് നമ്മൾ കോർസിക്കോ ഇക്സിറ്റോ ആണ് കൊടുക്കേണ്ടത്. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ട്രിക്ചർ യാതൊരു കാരണവശാലും കൂടാതെ രോഗിക്ക് അതിനോടുള്ള ഒരു പിന്നെ അഭിമുഖീകരിക്കാനും അതിനോടുള്ള അഡ്മിറ്റ് ചെയ്യാനുള്ള അവസ്ഥ ഇല്ലാതെ കേൾക്കുന്നുണ്ടോ? കേൾക്കത്തില്ലേ? കേൾക്കത്തില്ലേ? എനിക്ക് കേൾക്കുന്നില്ല. അതിന് കുഴപ്പമില്ല. അപ്പൊ അത് പലപ്പോഴും അതിന്റെ ഒരു വോൾസ് വരുന്ന ശ്വാസമായിരിക്കും. അതിന് ഏറ്റവും നേരത്തെ പറയുന്നത് ക്ലെമാറ്റസ് ഇറക്ടർ തന്നെയായിരിക്കും അതിന് ഉപയോഗിക്കാൻ നല്ലത്. അപ്പം അതുപോലെ തന്നെ പിന്നെ ഈ ഏറ്റവും കൂടുതൽ ഇറിറ്റബിലിറ്റി സിംറ്റംസ് ആണ് പലപ്പോഴും പ്രീ ക്യാൻസറസ് ലെവലില് ഈ BPH പേഷ്യൻസോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അവസ്ഥയിൽ കണ്ടുവരുന്നത്. ആ ഇറിറ്റബിലിറ്റി അതിസങ്കീർണമാകുമ്പോഴായിരിക്കും നമ്മൾ പലപ്പോഴും ബയോപ്സിക്കോ അല്ലെങ്കിൽ അൾട്രാസൗണ്ടിനോട്ടൊക്കെ പോകുന്നത്. അങ്ങനെ വരെ ഇറിറ്റബിലിറ്റി കൂടുതലും കണ്ടുവരുന്നു കഴിഞ്ഞാൽ ട്രിപ്റ്റിക്കം എന്ന മരുന്ന് വളരെ സവിശേഷമായിട്ട് കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ ഏതവസ്ഥയിലും മൂത്രം ബ്ലോക്ക് ആവുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പ്രോസ്റ്റേറ്റിക് ഹൈപ്പർട്രോഫി നിർത്തിക്കൊണ്ട് ഹൈപ്പർട്രോഫിയെ അഡ്മിറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഒരു സർജറിക്ക് പോകാതെ മാനേജ്മെന്റ് വന്നാലേ അത് പലപ്പോഴും സബൽസെർലേറ്റയിലോ പരേറിയ ബ്രേവയിലോട്ടൊന്നും പോകാതെ മൂത്രാൾസം വീണ്ടും നിൽക്കുകയെങ്കിൽ പോപ്പുലസ് ട്രിമിലോയിഡ്സ് പരീക്ഷിക്കാവുന്നതാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ഇതിന്റെ ഒരു പ്രീ ക്യാൻസറസ് മാനേജ്മെന്റ് ലെവലിൽ വരുന്നത്. പിന്നെ നമ്മള് ചില ഇതിന്റെ ഏറ്റവും കൂടുതൽ പിന്നെ നമ്മൾ ഇതിനെ പറ്റിയുള്ള അവബോധം പ്രോസ്റ്റേറ്റ് ക്യാൻസറിന്റെ ഡെവലപ്മെന്റ്സ് അല്ലെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ പ്രീ ക്യാൻസർ ലെവലിൽ വരുമ്പം ആ രോഗിക്ക് വരുന്ന നമ്മൾ കൊടുക്കേണ്ട മെറ്റീരിയൽ അവരുടെ ആഹാര രീതി, കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ കുറയ്ക്കുക, പിന്നെ കൂടുതൽ പഞ്ചസാരയുടെ ഉപയോഗം കുറയ്ക്കുക, കാർബോഹൈഡ്രേറ്റിന്റെ ഇത് കുറയ്ക്കുക, അതാണ് നാച്ചുറൽ ആന്റി ഓക്സിഡൻസ് ആയ ഗ്രീൻ ടീസ് ഉപയോഗിക്കുക, അതുപോലെ സെലിനിയം അടങ്ങിയ ഭക്ഷണങ്ങളെ വൈറ്റമിൻ D3 ഉറപ്പുവരുത്തുക, അതുപോലെ തന്നെ ഫ്ലവനോയിഡ്സ് അടങ്ങിയ അത് കൂടുതലും നമ്മുടെ തക്കാളിയിലാണ് കണ്ടുവരുന്നത്, ബ്രോക്കോളീസിലാണ് ഫ്ലവനോയിഡ്സ് വരുന്നത്. നട്ട്സുകളിൽ വരുന്ന പലപ്പോഴും ഫ്ലാക്സ് സീഡ്
നേരിട്ടും കഴിക്കാം. ഫ്ലാക്സീഡ് മരുന്നുകൾ തന്നെയുണ്ട് നമ്മുടെ ഇടയിൽ. അതുപോലെ തന്നെ പിന്നെ PSAയുടെ കൺട്രോളിങ് വരുന്ന നിരവധി മരുന്നുകൾ ഇന്ന് നാച്ചുറലായിട്ട് കണ്ടുവരുന്നുണ്ട്. പ്രത്യേകിച്ച് സിങ്ക് ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് സവിശേഷമായിട്ട് വേണ്ടത്. പ്രോസ്റ്റേറ്റ് രോഗികൾക്ക് സിങ്ക് വളരെ കുറവായിരിക്കും. സ്റ്റഡിയിൽ അത് വളരെ കൃത്യമായിട്ട് തന്നെ സിങ്ക് ടെസ്റ്റ് ചെയ്യുകയോ സിങ്കിനെ അത് അഡ്മിറ്റ് ചെയ്യുകയോ സിങ്കിന്റെ കാര്യങ്ങൾ അത് നമ്മൾ കൃത്യതയോടുകൂടി മനസ്സിലാക്കുകയോ ചെയ്യണം. സിങ്കിന്റെ പിന്നെ കുറവുകൾ പരിശോധിക്കണം, സോഡിയത്തിന്റെ അളവ് പരിശോധിക്കണം, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോസ്റ്റേറ്റിന്റെ പ്രൊഫൈലാറ്റിക് ഡയറ്റിൽ പെടുന്നതാണ് പംകിൻ സീഡ്, മത്തങ്ങായും മത്തങ്ങാക്കുരുവും. അതുപോലെ അത് പലപ്പോഴും അതിന്റെ റിസ്ക് കുറയ്ക്കാനും പറ്റും. അതുപോലെ പിന്നെ ബ്ലീഡിങ് ഇല്ലാത്ത പ്രോസ്റ്റാറ്റിക് ഹൈപ്പർട്രോഫിക്ക് എള്ള് നല്ലതാണ്. അതേസമയത്ത് ബ്ലീഡിങ്ങോ ഹെമച്ചൂറിയോ കണ്ട എള്ള് ഉപയോഗിക്കാൻ പാടില്ല. അത് എള്ളിന്റെ ഒരു പ്രത്യേകത സിങ്ക് അതിൻ്റെ ഒത്തിരി കൂടുന്നതായിട്ട് കാണും. ഏറ്റവും കൂടുതൽ പോപ്പുലറായിട്ട് ഇന്റർനാഷണൽ ലെവലില് പ്രൊഫൈലാറ്റിക് ലെവലിൽ പ്രോസ്റ്റേറ്റിനെ പിന്നെ അതിനെ കൺട്രോളിലൊക്കെ ആക്കാൻ ഏറ്റവും നല്ല വാൾനട്ട് തന്നെയാണ്. ഇത്തരം അത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഡയറ്ററി റിക്വയർമെന്റ്സ് ഇതൊക്കെയാണ്. ഇത്രയാണ് പിന്നെ ഈ സെഷനില് പിന്നെ പ്രോസ്റ്റാറ്റിക് പിന്നെ മാലിഗ്നൻസിക്ക് മുമ്പുള്ള അവസ്ഥ എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ള ഒരു ചെറിയ ഡിസ്കഷൻ എനിക്ക് തരാൻ പറ്റിയത്. പിന്നെ ഇതിൻ്റെ അകത്ത് വിശാലമായ ഒരു ചർച്ചയ്ക്ക് സമയമുണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ്. സമയമുണ്ടോ ഡോക്ടറെ? കഴിഞ്ഞോ? സെഷനിലേക്ക് തിരിക്കാം, ഡിസ്കഷനിലേക്ക് പോകാവുന്നതാണ്. പോകാം. തീർച്ചയായിട്ടും വളരെ നല്ല അറിവുകളാണ് ഡോക്ടർ ഒന്ന് പങ്കുവച്ചത്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസർ, പ്രീ ക്യാൻസർ സ്റ്റേജിനെ കുറിച്ച് അറിയാൻ സാധിച്ചു. എനിക്കൊരു സംശയമുള്ളത്, ആദ്യം എല്ലാ ഡോക്ടേഴ്സും ഡോക്ടറോട് സംശയം ചോദിക്കാൻ റെഡിയായിരിക്കുക. ഓരോരുത്തരായിട്ടൊന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ നമുക്ക് സൗകര്യമായിരിക്കും വിളിക്കാൻ. എല്ലാവരും ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് ചർച്ചയിൽ സംശയങ്ങളൊക്കെ ദൂരീകരിക്കാം, ചർച്ചയിൽ പങ്കെടുക്കാം. ഡോക്ടറെ, എൻ്റെ സംശയം വൈറ്റമിൻ D3 പറഞ്ഞല്ലോ, അത് കറക്റ്റായി നിർത്തണം എന്നുള്ളത്. അത് ഡയറക്റ്റ് ആയിട്ട് എന്താണ് അങ്ങനെ ഒരു ബന്ധം? വൈറ്റമിൻ D3 മാത്രമേ പറഞ്ഞോളൂ. വൈറ്റമിൻ D3 ആയിട്ട് പലപ്പോഴും വൈറ്റമിൻ D3 മെറ്റബോളിസം എന്ന് പറയുന്നത് അതിന് ഹോർമോണുമായിട്ട് ഒത്തിരി ബന്ധങ്ങളുണ്ട്. അത് അങ്ങനെ ആ ബന്ധങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ ആൻഡ്രോജൻ പ്ലേ അതിന് റോള് ചെയ്യും. അതുപോലെ തന്നെ ശരീരത്തിലെ ഇറിറ്റബിലിറ്റീസ്, മസിൽ സ്പാസം കുറയ്ക്കാൻ സഹായിക്കുന്നു. ഇപ്പൊ തന്നെ നമുക്ക് നിരവധി പഠനങ്ങളുണ്ട്. വൈറ്റമിൻ D3 കുറവുകൊണ്ട് ശാരീരികം മാനസികമായിട്ടുള്ള ഒത്തിരി പ്രശ്നങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. ഇപ്പം പ്രോബബ്ലി എല്ലാ ഡോക്ടർമാരും അതിൻ്റെ ഒരു ജനറൽ പ്രോട്ടോക്കോളിൽ തന്നെ വൈറ്റമിൻ D3 നോക്കാൻ പറയുന്നതിൻ്റെ കാര്യം രോഗികൾക്ക് ശാരീരിക മാനസിക ഒത്തിരി അവസ്ഥകൾ കുറയ്ക്കാൻ D3 മെയിൻറ്റെയിൻ ചെയ്യുന്നത് തന്നെ കാണും. അപ്പം നേരിട്ടല്ലേ പരോക്ഷമായിട്ട് വൈറ്റമിൻ D3യുടെ ഒരു റോള് പ്രോസ്റ്റാറ്റിക് ഇൻവോൾവ്മെന്റ്സ്, അതുപോലെ പ്രോസ്റ്റാറ്റിക് സിംറ്റംസിനെ റെഡ്യൂസ് ചെയ്യാൻ, ആ രോഗിക്ക് വരുന്ന സവിശേഷപരമായ ആശ്വാസത്തിനും എല്ലാം പ്രയോജനകരമാകും. അപ്പം നമ്മൾ വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് പലപ്പോഴും സൂപ്പർഫിഷ്യലായിട്ടുള്ള പെയിൻ റിഡക്റ്റസ്, അതുപോലെ തന്നെ സൂപ്പർഫിഷ്യലായിട്ടുള്ള മസിൽ സ്പാസത്തെ റെഡ്യൂസ് ചെയ്യുന്നു. ഇങ്ങനെ വൈറ്റമിൻ ഡി ഉപയോഗിക്കുന്ന പോലെ തന്നെ വൈറ്റമിൻ D3ക്കും സ്മൂത്ത് മസിൽസിനെ ഒക്കെ ശ്വാസം റെഡ്യൂസ് ചെയ്യാനുള്ള പിന്നെ കഴിവ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ D3യിൽ അത് കൂടുതൽ ഇൻവോൾവ് ആകാൻ പറയുന്നത്. അതുപോലെ തന്നെ D3 മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ ഭാവിയിൽ അത് മെറ്റസ്റ്റാസിസ്, സ്കെലിറ്റൽ മെറ്റാസ്റ്റാസിസിന് എതിരായിട്ടും കൂടെ D3 റോള് ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് ബോൺ ഇൻവോൾവ്മെന്റ്. കാരണം ക്യാൻസർ പ്രോസ്റ്റേറ്റിന് എസിംറ്റോമാറ്റിക് ആയിട്ട് നിന്നിട്ട് തന്നെ ഒരു ലെവൽ കഴിയുമ്പോൾ
പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആയിട്ട് രൂപാന്തരപ്പെടുന്ന രോഗി പലപ്പോഴും സ്കെലിറ്റൽ മെറ്റാസ്റ്റാസിസ് ആണ് കണ്ടെത്തുന്നത്. അപ്പൊ തന്നെ ഒരു 4th സ്റ്റേജിലേക്ക് അതെത്തും. ഇതിനെയൊക്കെ ഒരു കൺട്രോൾ ചെയ്യാനുള്ള ഒരു കഴിവ് വൈറ്റമിൻ D3 ഉണ്ട്. ഓക്കെ ഡോക്ടർ, താങ്ക് യു. അപ്പൊ ഇനി മറ്റുള്ളവർക്ക് ഇതുപോലെ സംശയങ്ങൾ ചോദിക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും സംശയങ്ങളോ കേസുകളോ ഒക്കെ ഉണ്ട്, ഡോക്ടേഴ്സിന് ചോദിക്കാനുള്ള അവസരമാണ്. സമയം കഴിയാറാകുമ്പോൾ പിന്നെ എല്ലാവരും കൂടി വരുമ്പോൾ തിരക്കായി പോവും. ഇപ്പോഴേ ഓരോരുത്തരായിട്ട് ഹാൻഡ് റൈസ് ചെയ്യുക. സലീം കുമാർ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. ഹലോ ഡോക്ടറെ, ഞാൻ നമസ്കാരം. ക്ലാസ്സിൽ കുറച്ച് കഴിഞ്ഞിട്ടാണ് കയറി. എന്നാലും ഞാൻ ഇതിൻ്റെ ഒരു ഫിലോസോഫിക്കൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. നമ്മൾ ക്യാൻസർ പലപ്പോഴും നമ്മൾ കാർസിനോസിനാണല്ലോ പലപ്പോഴും ഒരു ടിപ്പിക്കൽ റെമഡി ആയിട്ട് ക്യാൻസറുകൾക്ക് പറയണത്. അപ്പോൾ കാർസിനോസിൻ്റെ ഒരു പ്രത്യേക ഒരു സാധനമാണ് ചിൽഡ്രൻ അണ്ടർ പാരൻ്റൽ ഡോമിനേഷൻ. അപ്പോൾ ഒരു ഡോമിനേഷനിൽ വളരുന്നത്, കടുത്ത ഒരു ഡിസിപ്ലിനറി വളരുന്ന ഒരവസ്ഥ ക്യാൻസറിന് കാരണമാകുന്നുണ്ട് എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരില്ലേ? എന്നിട്ട് ബാക്കി ഞാൻ പറയാം. ഓക്കെ, പറഞ്ഞോളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാനിതിനൊരു ഫിലോസോഫിക്കലായിട്ട് കൂട്ടിയെടുക്കാൻ നോക്കി വെച്ചാൽ, ഈ ക്യാൻസർ എന്ന് പറയുന്നത് തന്നെ ഒരു ക്രമം തെറ്റിയുള്ള വളർച്ചയല്ലേ? തീർച്ചയായും. അപ്പോൾ ബോഡിയുടെ ആ ഒരു ഓവറായിട്ട് അടിച്ചേൽപ്പിക്കപ്പെട്ട ഡിസിപ്ലിനെതിരായിട്ട് ബോഡിയുടെ ഒരു റിയാക്ഷൻ അല്ലേ അച്ചടക്കരാഹിത്യം എന്ന് പറയുന്ന, അതല്ലേ ക്യാൻസർ എന്ന് വേണേ പറയാം. പക്ഷെ മെഡിസിൻ ലെവലിൽ അതിന്റെ ആക്ഷൻ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ആവണമെന്നില്ല. അല്ല മെഡിസിൻ എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ ഒരു പരിധിവരെ നമ്മൾ ടിഞ്ചർ അങ്ങനെ ഉള്ള പാലിയേഷൻ്റെ അങ്ങനെയുള്ള മെഡിസിനൊക്കെ മാറ്റി വെച്ചാൽ നമ്മൾ ഈ മെറ്റീരിയലിസ്റ്റിക് ലെവലിൽ ചിന്തിക്കുമ്പോഴാണ് അങ്ങനെ വരുന്നത്. പലപ്പോഴും കാർസിനോസിൻ എന്ന സംഭവം നോസോഡായിട്ട് കൺവേർട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ശാരീരിക മാനസികമായ അവസ്ഥകൾ ഇന്റർപ്രറ്റ് ചെയ്താണ് അത് കണ്ടുപിടിക്കപ്പെടുന്നത്. കാർസിനോസിന്റെ മെന്റൽ സ്ഫിയറും ഉണ്ട്, മറ്റേപോലെ തന്നെ പിന്നെ ഫിസിയോളജിക്കലും പതോളജിക്കലായിട്ടൊക്കെ ലെവല് വരും. അപ്പൊ ഇതിനെ ഒരു കോൺട്രാഡിക്ടറി ലെവലിൽ നോക്കിക്കഴിയുമ്പോൾ ക്യാൻസർ പ്രിവെന്റീവ് ലെവലിൽ തന്നെ ഏറ്റവും കൂടുതൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഡ്രഗ് തന്നെയാണ് കാർസിനോസിന്. പ്രത്യേകിച്ച് പിന്നെ ക്യാൻസർ ഡയാത്തസിസ് ഏറ്റവും കൂടുതൽ സിഗ്നിഫൈ ചെയ്യുന്ന കാർസിനോസിൻ തന്നെയാണ് അതിനകത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വില്യം ബോറിക്കൊക്കെ പറയുന്ന ക്യാൻസർ കച്ചഷ്യ ഇമാസിയേഷൻ ഒക്കെയാണ് അത് കൂടുതലും കൊടുക്കുന്നു എന്ന് പറയും. അപ്പൊ തന്നെ ഒരു വീക്ക് പേഴ്സൺസിന് തന്നെയാണ് വില്യം ബോറിക്കൊക്കെ കാർസിനോസിന് അന്ന് കൊടുത്തോണ്ടിരുന്നത്. ഇപ്പോഴും പ്രകടമായിട്ട് തന്നെ മെറ്റീരിയൽ കാർസിനോസിനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യുന്നത് കച്ചഷ്യായിക്കാണ്, ക്യാൻസർ കച്ചഷ്യായിക്കാണ്. കച്ചഷ്യ എന്ന് പറയുമ്പോൾ ഈ വളരെ വൈറ്റാലിറ്റി കുറഞ്ഞ ആ രോഗി വളരെ സങ്കീർണാവസ്ഥ ഇരിക്കുമ്പോഴാണ് അങ്ങനെ വരുന്നത്. ആ ലെവലിൽ വില്യം ബോറിക്കൊക്കെ കാർസിനോസിന് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള പഠനാർഹമായ കാര്യങ്ങൾ. എനിവേ ദാറ്റ് അതിന്റെ ഒരു പ്രാക്ടിക്കൽ ലെവലിൽ മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. ബട്ട് കൂടുതൽ കൺവിൻസ്ഡ് ആയിട്ട് പോയിട്ടില്ല. വെരി ഗുഡാണ്. പിന്നെ കൂട്ടുകൂട്ടത്തിൽ പ്രോസ്റ്റേറ്റിന്റെ ഒരു പ്രോസ്റ്റേറ്റ് പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റിൽ ചെയ്യുന്ന സർജറി ഇറക്ഷൻ ഫെയിലിയറിന് കാരണമാകുന്നുണ്ടോ? തീർച്ചയായിട്ടും. അതിന് തന്നെ പ്രിവെൻഷൻ. ഇപ്പൊ ലിഫ്റ്റ് എന്ന് പറയുന്ന സർജറി മോഡിഫൈ ചെയ്തിരിക്കുന്ന അങ്ങനെയാണ്. ഇത്ര ലിഫ്റ്റ് തന്നെ ഇപ്പൊ നിലവിലുണ്ട്. അത് നമ്മൾ ഓപ്ഷൻ ചെയ്യുകയാണ് ഡോക്ടർ. അത് പലപ്പോഴും പിന്നെ അഡ്വാൻസ്ഡ് സർജറിയിൽ പെടുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ അങ്ങനെ ഒരു നമ്മൾ അങ്ങനെ ഒരു പിന്നെ ഒരു സർജിക്കൽ പിന്നെ കോൺഫ്ലിക്റ്റ് വരുന്നതുകൊണ്ട് തന്നെയാണ് അത് അങ്ങനെ ആ സർജറി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഉണ്ടാവും. എനിക്കൊരു പേഷ്യന്റ് സങ്കടം പറഞ്ഞു, സർജറിക്ക് ശേഷം അയാളുടെ ഇറക്ഷൻ ഫെയിലിയർ. തീർച്ചയായും അങ്ങനെ വരാറുണ്ട്. അതുപോലെ അതിൻ്റെ അകത്ത് കൂടുതലും
ഇതിന് ആൻഡ്രോജന്റെ പ്ലേയും ടെസ്റ്റോസ്റ്ററോണിന്റെ ഒക്കെ ആ ഇൻഡിഫറൻസ് ഒക്കെ ഇതിൻ്റെ അകത്ത് ഒരു ഘടകം തന്നെയാണ്. സർജറി തന്നെയല്ല അതിന്റെ ഒരു ഇത്. പിന്നെ ആളിനെ രക്ഷിക്കാൻ വേണ്ടി പല മെത്തേഡുകൾ അഡോപ്റ്റ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ സലീംകുമാർ. ഡോക്ടർ ലിസി പ്രസാദ് ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇപ്പൊ കാണുന്നില്ല. ഹാൻഡ് റൈസ് ചെയ്ത് ചോദിക്കാം. ഡോക്ടർ അനിത, ലിസി പ്രസാദ് ഡോക്ടർക്ക് ചോദിക്കാം കേട്ടാ. ഇനിയിപ്പോ ഡോക്ടർ അനിത അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. ഹലോ ഡോക്ടറെ, ഒരു കേസ് കേൾക്കാമോ? കേൾക്കാം. ഒരു കേസ്, അയാൾക്ക് ഏജ് 70+ ആണ്. അപ്പൊ ഇപ്പൊ BPH ആണോ എന്നറിയില്ല, പ്രോസ്റ്റേറ്റിക് എൻലാർജ്മെന്റ് എന്ന് മാത്രമേ അയാൾ പറഞ്ഞുള്ളൂ. കേസ് അത് അപ്പോയിന്റ്മെന്റ് ചോദിച്ചിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് സംശയം ചോദിച്ചത്. അപ്പൊ അയാള് പറഞ്ഞത് പിന്നെ അവര് പിന്നെ സ്കാൻ ചെയ്തു, പക്ഷേ ബയോപ്സി ചെയ്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു PSA ലെവൽ എങ്ങനെയുണ്ട്? അത് നോർമലാണ് എന്ന് പറഞ്ഞു. അപ്പൊ അയാൾക്ക് ബയോപ്സി കൂടെ ചെയ്യണമായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. അതിന്റെ ആവശ്യമുണ്ടോ അങ്ങനെയാണെങ്കിൽ? PSA നോർമൽ ആണെങ്കിൽ PSA ലെവൽ 10 താഴെയാണെങ്കിലും, അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് അൾട്രാസൗണ്ട് സ്കാൻ ചെയ്താണോ BPH ആയിട്ട് ഡയഗ്നോസിസ് ചെയ്തത്? അതെ, അൾട്രാസൗണ്ട്സ് ഒരു ഇംപ്രഷന് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ പോസ്റ്റ് റെസിഡൽ യൂറിൻ വോളിയം ഉണ്ട്, PRVO. അതായത് രോഗിയെ ആദ്യം നോക്കിയിട്ട് ഫുൾ ബ്ലാഡർ നോക്കിയിട്ട് മൂത്രം ഒഴിച്ച് കളഞ്ഞിട്ട് വീണ്ടും ഡോക്ടർ അതിന്റെ വോളിയം നോക്കും. ഈ ലെവലിൽ ഏകദേശം 50 cc കൂടുതലാണെങ്കിൽ കൃത്യമായിട്ട് തന്നെ അത് BPH ആയിരിക്കും. അതുപോലെ ബ്ലാഡർ നെക്ക് ഒബ്സ്ട്രക്ഷൻ ആ രോഗിക്ക് വന്നിട്ടുണ്ടാകും. പിന്നെ അത് BPH ആയിട്ട് തന്നെ കണ്ടിന്യൂ. അതുപോലെ തന്നെ ഒരു 70 വയസ്സുള്ള ഒരു അല്ലെങ്കിൽ 60 വയസ്സ് മുകളിലുള്ള ഒരു രോഗിക്ക് കൃത്യമായിട്ട് തന്നെ നമ്മൾ PSA ഇവാലുവേഷൻ ചെയ്യുന്നതിനൊപ്പം മറ്റ് സിംറ്റംസും കൂടെ നമ്മൾ നോക്കേണ്ട. യൂറിൻ കൂടുതൽ മൂത്ര തടസ്സം, മൂത്രത്തിൽ രക്തമയം ഉണ്ടാകുക, നാഭിക്കും അടിവയറ്റിലും ബോണിലും വേദന, ഇത് അങ്ങനെയൊക്കെ ഉള്ളതും പ്രത്യേകിച്ച് ആൽഫ റിസപ്റ്റേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞാൽ അങ്ങനെ കൊടുത്ത് അത് റിലാക്സ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ മരുന്ന് കൊടുത്ത് ഈ രോഗി മരുന്ന് കൊടുത്തു കഴിയുമ്പോൾ നൈറ്റിൽ എത്ര തവണ എത്ര ഒഴിക്കാൻ ഉള്ളയാൾ എത്ര തവണ കുറഞ്ഞു, ഇതുപോലുള്ള സിംറ്റംസ് നോക്കിയാണ് നമ്മൾ ബയോപ്സി അഡ്വൈസ് ചെയ്യേണ്ടത്. അല്ലാതെ ഒരിക്കലും ഒരു രോഗിയെ ബയോപ്സിക്ക് പോകില്ല. അപ്പം ന്യായമായിട്ടും അദ്ദേഹത്തെ നമ്മൾ നിർബന്ധിക്കേണ്ട ബയോപ്സിക്ക്. അതിലുപരി നമ്മൾ ഈ പ്രോസ്റ്റാറ്റിക് സ്കോറും ഒക്കെ നമ്മൾ മനസ്സിലാക്കി മറ്റേ അതിസങ്കീർണമായ ലെവലിലേക്ക് അല്ലെങ്കിൽ കണ്ടീഷൻസ് കുറയാതെ പോവുക ചെയ്താൽ മാത്രമേ, അത് തന്നെയല്ല അതിന്റെ ഒരു ത്രെട്ടൻഡ് ഇൻഡിക്കേഷൻസ് പറഞ്ഞാൽ PSA ഹൈ ആകുക എന്നുള്ളത്. അതില്ലാത്തടത്തോളം രോഗിയെ നമ്മൾക്ക് ബയോപ്സിക്ക് നിർബന്ധിക്കേണ്ട കാര്യമില്ല. ഓക്കെ ഡോക്ടറെ, താങ്ക് യു. ഓക്കെ ഡോക്ടർ അനിത. അടുത്തത് ഇനി ആർക്കെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാം. ഡോക്ടർ, എൻ്റെ ഒരു സംശയം, നേരത്തെ ഒരു പേഷ്യന്റ് ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആയിട്ടുള്ള ഒരു പേഷ്യന്റിനെ ടെസ്റ്റിസ് റിമൂവ് ചെയ്യുന്ന ഒരു സർജറി ചെയ്യുന്നുണ്ടല്ലോ. ക്യാൻസർ ആണെന്ന് സ്ഥിരീകരിച്ച ഒരു പേഷ്യന്റിന്, പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആണെന്ന് സ്ഥിരീകരിച്ച പേഷ്യന്റിന് ഈ ടെസ്റ്റിസ് റിമൂവ് ചെയ്യുന്ന ഒരു സമ്പ്രദായം സർജറി അത് പിന്നെ ഇപ്പോഴും അത് ഗവൺമെന്റ് പ്രോട്ടോകോൾ തന്നെ ഉള്ളതാണ്. പിന്നെ അത് ടെസ്റ്റിക്കിൾസ് റിമൂവ് ചെയ്യും. അതായത് വാസ്റ്റെക്ടമി ചെയ്ത് വാസ് ഡിഫറൻസിനെ ബ്ലോക്ക് ചെയ്യും. അപ്പൊ ആ സർജിക്കൽ പ്രൊസീജിയേഴ്സ് സർവ്വസാധാരണമാണ് ഇന്നും. അത് ചില ആളുകൾക്ക് അഭിമാനക്ഷതം ഒക്കെ ഉള്ളതുകൊണ്ടാണ് ആളുകൾ അതിനെപ്പറ്റി പിന്നെ നമ്മൾ പലപ്പോഴും അത് ആളുകളെ എടുക്കാറില്ല. ടെസ്റ്റിക്കിൾസ് റിമൂവ് ചെയ്യുകയും ആൻഡ്രോജൻ പ്ലേ കുറയ്ക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതിനനുസരിച്ച് അതിന്റെ പ്രോഗ്നോസിസ് ഗുഡ് ആവുകയും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കവും അതുപോലെ ക്യാൻസർ സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു.
അങ്ങനെയുള്ള സർജറി ഇന്ന് നിലവിലുണ്ട്. അത് ഓർക്കിഡക്ടമി ചെയ്യാനാണ് വരുന്നത്. അത് പലപ്പോഴും നമ്മൾ സർജിക്കൽ ഇന്റർവെൻഷൻ വാസക്ടമി ആണ് ചെയ്യുന്നത്. ഓക്കെ. ഓക്കെ. അപ്പൊ ഇനി ഓക്കെ ഡോക്ടറെ, താങ്ക് യു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഡോക്ടർ മറിയാമ്മ ജോൺ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടറെ സംസാരിച്ചു. ഡോക്ടറെ, ഫ്ലാക്സിഡിന്റെ മെഡിസിൻ ഒന്ന് പറയാമോ? ലിനം, ലിനം യുസി, ലിനം, ലിനം LINU UM, ലിനം USI. കീനോട്ടിലൊക്കെ ഉള്ളതാണ് ഡോക്ടർ. എന്തോ കീനോട്ടിലുള്ള മരുന്ന് കീനോട്ടുണ്ട് ലിനം യുസി. അതുപോലെ ഈ സിങ്ക് വേണമെന്ന് പറഞ്ഞല്ലോ, അതിന് നമുക്ക് ഇത് പറഞ്ഞു, എള്ളു പറഞ്ഞു, അല്ലാതെ നമുക്ക് എന്തെങ്കിലും പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് പ്രീ ക്യാൻസറസിനും പ്രോസ്റ്റേറ്റ് ക്യാൻസറിനും 75% രോഗികൾക്ക് സിങ്ക് പറയുന്നുണ്ട്. സിങ്ക് എന്തിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്? ഈ എള്ളിലല്ലാതെ നാച്ചുറലി എള്ള് അല്ലെങ്കിൽ സിങ്ക് സപ്ലിമെന്റ് കൊടുക്കുക. ബ്ലീഡിംഗ് ലെവലിൽ എള്ള് കൊടുക്കരുത്. ഹെമറ്റൂറിയ ഉണ്ടെങ്കിൽ ബ്ലീഡിംഗ് കൊടുക്കരുത്. ഓക്കെ. നമ്മൾ വൈറ്റമിൻ ഡി ഒക്കെ നമുക്ക് സപ്ലിമെന്റ് ആയിട്ട് കൊടുക്കാറുണ്ടല്ലോ അല്ലേ? എല്ലാം സപ്ലിമെന്റ് ആയിട്ട് കുറവുണ്ടെങ്കിൽ കൊടുക്കണം. 30 ബിലോ ആണെങ്കിൽ കൊടുക്കണം. ചെക്ക് ചെയ്തിട്ട്. ചെക്ക് ചെയ്ത്. ഓക്കെ. താങ്ക് യു. ഏകദേശം നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. നല്ല ഒരു ക്ലാസ് എടുത്ത സജിമോൻ ഡോക്ടർക്ക് നന്ദി പറയുന്നതിന് വേണ്ടി മറിയാമ്മ ഡോക്ടറെ ക്ഷണിക്കും. പതിവ് പോലെ വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു ക്ലാസ് ആണ് ഇന്ന് നമുക്ക് ലഭിച്ചത്. ശരിക്കും പറഞ്ഞാല് ഇത്രയും നല്ല ഒരു ധൈര്യം നമുക്ക് പകർന്നു തരികയാണ് ഡോക്ടർ ചെയ്യുന്നത്. ഇത്രയും നല്ലൊരു ക്ലാസ് എടുത്ത സജിമോൻ ഡോക്ടർക്ക് സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. ഇനിയും ഇതുപോലുള്ള ക്ലാസ്സുകളുമായിട്ട് എത്രയും വേഗം വരണമെന്നും കൂടെ അപേക്ഷിക്കുകയാണ്. അതുപോലെ ഇന്നത്തെ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. മോഡറേറ്റർ ഷൈല ഡോക്ടർക്കും നന്ദി അറിയിക്കുന്നു. ഓക്കെ. ഡോക്ടർ മറിയാമ്മ ജോണിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഡോക്ടർ, ഒരിക്കൽ നമുക്ക് ഈ യൂട്രൈൻ ക്യാൻസറുകൾ എപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ്, വായിക്കുന്നതാണ്, എങ്കിൽ പോലും ഡോക്ടറുടെ വിശദമായ ഒരു ക്ലാസ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ക്ലാസ് ഫൈബ്രോയിഡ്സും പ്രീ ക്യാൻസറസും ക്യാൻസറും ഒക്കെ ആയിട്ട് ഉള്ള ഒരു വിശാലമായ ക്ലാസ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഒരു ക്ലാസ് തീർച്ചയായിട്ടും. ഓക്കെ ഡോക്ടറെ, അപ്പം നല്ലൊരു ക്ലാസ്സിന് ഞങ്ങൾ ഇനിയും പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ മലയാളം സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് ക്ലാസ് എടുത്ത ഡോക്ടർക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഇന്ന് സൂം പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്ന എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനും ഹോമിയോപ്പതി സ്നേഹികൾക്കും നന്ദിയും ശുഭരാത്രിയും നേർന്നുകൊണ്ട് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.